ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽബട്ടൺ കൂടി അമർത്തണേ. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതാണ്. അപ്പോൾ അനുമോളുടെ നൂറുടെ ആദിലയുടെ ആ ഫ്രണ്ട്സുകൾ 3 പേരുടെയും നോമിനേഷനാണ്. ഏത് നോമിനേഷൻ? ജയിലല്ല കേട്ടോ, ക്യാപ്റ്റൻസി നോമിനേഷനാണ് പറയാൻ പോകുന്നത്. അനുമോളുടെ ആദ്യം പറയാം. അനുമോൾ പറയുന്ന നൂറ് തന്നെയാണെന്ന് എന്തർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നൂറൊക്കെ എന്ത് ചെയ്തിട്ടാണ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. എത്രയോ എഫേർട്ട് എടുത്ത ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ തഴഞ്ഞിട്ടാണ് ഈ നൂറെ പറയുന്നത്. ആദിലേനെ എന്താണ് ആദില ചെയ്തത്? കക്കലോ അത് കളിയിൽ നിന്ന് മാറി നിന്നതോ? ആദില നല്ല മടികൾ കൂട്ടത്തിലാണ്. ആ ക്യാരക്ടർ മാറ്റി വെച്ചാൽ അവൾ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു കഴിഞ്ഞ വട്ടം. അതുകൊണ്ട് എനിക്ക് ആദിലേനെ ക്യാപ്റ്റനായി കാണുന്ന ആഗ്രഹമുണ്ടെന്ന് അനുമോൾ ഒട്ടും സെൻസിലാതെയാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. നൂറ പറഞ്ഞത് ആര്യനെയാണ്. അത് കാര്യമുണ്ട്. ആര് നന്നായി കളിച്ചത്, നന്നായി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബാത്റൂമിൽ അതുപോലെ നൂറ ഒരു യൂറിൻ പാസ് ചെയ്തിട്ട് ആരോ യൂറിൻ പാസ് ചെയ്ത് കണ്ടു. അത് നൂറ വന്ന് കംപ്ലൈൻറ്റ് ബാത്റൂം ക്യാപ്റ്റൻ ആര്യനായിരുന്നു. ആര്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആര്യൻ അത് പോയിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ ആ കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ നെവിൻ്റെ കാര്യം പറയുന്നത്, കിച്ചണിൽ ആരും ഇല്ലാത്ത സമയത്ത് കിച്ചൺ ഏറ്റെടുത്ത് ടിപ്പ് ചെയ്തത് നെവിനാണ്. അപ്പോൾ ആ ഒരു നെവിൻ്റെ ആ എഫേർട്ടിനെ നന്നായി മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നെവിനെ ആര്യനെയാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. ആദില പറഞ്ഞു നോക്കിയോക്കോ, നെവിനെയും ആര്യനെ തന്നെയാണ് ആദിലയും പറയും. നെവിൻ പറഞ്ഞത് എന്താ, നെവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് പറയുമോ? ഫെയർ ആയിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നെവിന് കുറേ പാവകൾ കിട്ടിയതിന് ശേഷം നെവിൻ ഫ്രണ്ടിൽ നിന്ന് മാറി നിന്ന് ആദിലയ്ക്ക് സ്പേസ് കൊടുത്തു. അപ്പോൾ ഫെയർ ആയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അനുമോളുടെ പാവ വലിച്ചെടുത്തതൊക്കെ അതൊക്കെ ഫെയർ അല്ല എന്നൊരു പറയുന്നില്ല, ലൂപ്പ് ഹോളാണെന്ന് തന്നെ പറയുന്നത്. ശരി തന്നെയാണ്, അത് ഫെയർ ആയിട്ട് തന്നെ ലൂപ്പ് ഹോളാണ് അത്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം, തട്ടിയെടുക്കാം. പക്ഷേ ആരും ഇല്ലാത്ത സമയത്ത് കട്ടെടുത്തു നമ്മൾ ആദില. അതന്നെ, ഇത് നേരിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ്. അതും വേണമെങ്കിൽ ലൂപ്പ് ഹോളാക്കി മാറ്റാം. പിന്നെ അടുത്തത്, നന്നായി കുക്ക് ചെയ്തു, എല്ലാവർക്കും നല്ല ഭക്ഷണങ്ങൾ വെച്ച് തന്നു, ഗ്രാഫ് ഉയർന്നു വരുന്നുണ്ട് എന്ന് നെവിനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ആര്യനെ പറയുന്നു, ഗെയിം നല്ല സൂപ്പറാണെന്ന് പറയുന്നു. ബാത്റൂം ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ ടാസ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യം പറയാനും ഒക്കെയാണ്. അതുകൊണ്ട് ആര്യനെ ആദില നോമിനേറ്റ് ചെയ്യുന്നു.